എനിക്കെന്താ അറിയില്ല, ഈ ചീസിനോടേ വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. ചീസുള്ള വിഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ അതുപോലൊരായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. തക്കാളി നമ്മളെ ഇതുപോലൊരു ക്രോസായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നെട്ടി ഭാഗം ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ രണ്ട് ഭാഗം ഒന്ന് ഗ്രില്ലാക്കുക. നമുക്കിതിൻ്റെ തൊലി ഒന്ന് അടർന്ന് പോരുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഒന്ന് സ്റ്റീം കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ച് തന്നെ വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്താലേ നല്ലപോലെ ഉടച്ചെടുക്കുക. ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ ഇതിൻ്റെ വെള്ളം. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ടേ ബട്ടറും അതുപോലെ ഒലീവ് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് സവാളയും അതുപോലെ വെളുത്തുള്ളിയും അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടി അതുപോലെ ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. ഉപ്പും ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ചിട്ടേ ഗ്രേവി നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാസ്ലി ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊസറല്ല ചീസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് നമ്മളത് ഇട്ടതിന് ശേഷം മൂടി ആ ചീസ് നല്ല പോലെ മെൽറ്റാക്കി എടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്കൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.